OBY-OC എന്ന ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ചിനോട് കുറ്റം സമ്മതിച്ച് പ്രതികൾ. മെഷീൻ ഉപയോഗിച്ചുള്ള QR കോഡ് കൃത്രിമം തെളിവെടുപ്പിനിടെ റീക്രിയേറ്റ് ചെയ്തു. വിനീത, രാധാകുമാരി എന്നിവരെയാണ് തെളിവെടുപ്പിനായി എത്തിച്ചത്. സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ നൽകുന്ന ബില്ലിൽ കസ്റ്റമറുടെ പേരും ഫോൺ നമ്പറും വെക്കാറില്ല. ആഭരണങ്ങളുടെ വില നിശ്ചയിക്കുന്നത് ദിയയാണെന്നും കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന ആഭരണത്തിന്റെ ചിത്രം ദിയയ്ക്ക് അയക്കുമ്പോൾ വില നിശ്ചയിച്ച് ദിയ മറുപടി നൽകുമെന്നും ജീവനക്കാർ പറയുന്നുണ്ട്. യഥാർത്ഥ വില അറിയുന്നതിനുള്ള ബാർകോഡ് ബില്ലിൽ ഉൾപ്പെടുത്താറില്ലെന്നും ഇവർ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു. ആഭരണം വാങ്ങിയ ജ്വല്ലറി, ദിയയുടെ കവടിയാറിലെ ഫ്ളാറ്റ്, സ്ഥാപനം എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത്. സംഭവത്തിൽ 2 പ്രതികൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായെങ്കിലും മൂന്നാമത്തെയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെയാൾക്കുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. ദിയാകൃഷ്ണ നടത്തുന്ന ആഭരണക്കടയിലെ QR കോഡിൽ കൃത്രിമം കാട്ടി 3 ജീവനക്കാരികൾ 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസിൽ പറയുന്നത്.